നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ രണ്ട് ജനത്തെ കാണുന്നുണ്ട്. ഒന്ന് ദൈവജനമല്ലാത്തവർ, മറ്റേത് ദൈവത്തിന്റെ ജനം. നമ്മളും ഒരു കാലത്ത് ദൈവജനമല്ലായിരുന്നു. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ തിരുവെഴുത്ത് നമുക്ക് വായിക്കാം. മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ. മുമ്പ്, നേരത്തെ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയായിട്ട്, ശ്രദ്ധിച്ചു കേൾക്കണം, വിശ്വാസിയായിട്ട്, ദൈവ പൈതലായിട്ട്, ദൈവജനമായിട്ട് ആരും ജനിക്കുന്നില്ല. ജനനത്താൽ ആരും ദൈവമക്കളല്ല. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ. അടുത്ത്, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. പഴയ നിയമത്തിൽ ഒരു കൂട്ടരെ തനിക്ക് സ്വന്തം ജനമായിരിക്കാൻ ദൈവം തിരഞ്ഞെടുത്തു വേർതിരിച്ചതുപോലെ അവർക്ക് വേണ്ടി മഹാപുരോഹിതൻ മധ്യസ്ഥത ചെയ്യുവാൻ തന്റെ ഷോൾഡറില് ഈ 12 ഗോത്രത്തെയും വഹിച്ചതുപോലെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മള് ഒരു കാലത്ത് ദൈവമില്ലാത്തവരായിരുന്നു, സാത്താന്റെ മക്കളായിരുന്നു, നരകത്തിന്റെ അവകാശികളായിരുന്നു, സാത്താന്റെ ജനമായിരുന്നു, നിത്യതയും ക്രിസ്തുവുമായി നമുക്കൊരു ബന്ധവുമില്ലായിരുന്നു. എന്നാൽ കാൽവരിയിൽ മരിച്ചവനായ യേശു തന്റെ പരിശുദ്ധ രക്തം കൊണ്ട് നമ്മൾ വിശ്വസിച്ച് പാപം സംബന്ധിച്ച് അനുഭവിച്ച് കണ്ണീരോടെ ഏറ്റുപറഞ്ഞ് അപേക്ഷിച്ചപ്പോൾ ആ നിർമ്മല രക്തം കൊണ്ട് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞു. യേശു ക്രിസ്തു രക്ഷകനും കർത്താവുമായി നമ്മുടെ ഹൃദയത്തിൽ വന്നു. അപ്പോൾ സാത്താന്റെ ജനമായിരുന്ന നമ്മൾ ദൈവത്തിന്റെ ജനമായി തീർന്നു. അനുഭവം പ്രാപിച്ചവർ മാത്രം കര ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ഇത് തന്നെ ആകുന്നതല്ല, ഇത് നമ്മെ അങ്ങനെ ആക്കി തീർത്തതാണ്. മുമ്പേ ജനമല്ലായിരുന്നു, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. ആര്? യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച്, യേശുവിന്റെ ചോരയാൽ പാപമോചനം പ്രാപിച്ച്, ദൈവവചനപ്രകാരം സ്നാനപ്പെട്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്ന കൂട്ടം ദൈവത്തിന്റെ ജനമാണ്. അപ്പോൾ ശ്രദ്ധിക്കൂ, പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ ഒരു കൂട്ടം വേർതിരിക്കപ്പെട്ട ഇസ്രായേലിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെങ്കിൽ, പുതിയ നിയമത്തിലെ ആത്മീയ ഇസ്രായേലായ ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു പ്രാർത്ഥിക്കുകയാണ്. ചിലർ പറയാറുണ്ട്, പഴയ നിയമത്തില് ഇസ്രായേലിന് മഹാപുരോഹിതനുണ്ടായിരുന്നു, ഇന്നത്തെ കാലത്ത് പൗരോഹിത്യമുള്ളവരുണ്ട്, നമുക്ക് പൗരോഹിത്യം ഇല്ല. എന്നാൽ ഈ പുസ്തകം പറയുന്നു നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഉണ്ടെന്ന്. എബ്രായർക്ക് ലേഖനം 4-ാം അധ്യായം 14-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. എബ്രായർ 4:14. ആകയാൽ ദൈവപുത്രനായ യേശു, ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയി ഒരു ശ്രേഷ്ഠ പുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആത്മീയ ഇസ്രായേലിന്, ദൈവത്തിന്റെ ജനത്തിന്, ദൈവവസ്ത്രത്തിൽ പേരുള്ള കർത്താവിന്റെ മക്കൾക്ക്, ദൈവസഭയ്ക്ക് ശ്രേഷ്ഠ മക പുരോഹിതന്മാരില്ല, ഒരു പുരോഹിതനേ ഉള്ളൂ. ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഒരാളെ ആകാശത്തിൽ കൂടി കടന്നു പോയൊരു ഒറ്റ പുരോഹിതനേ ഉള്ളൂ. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചൊരു ഹല്ലേലൂയ പറയാം. അതുകൊണ്ട് പുതിയ നിയമത്തില് നമുക്ക് പുരോഹിതനില്ല എന്ന് പറഞ്ഞാലും ഭാരപ്പെടണ്ട. നമുക്കുള്ളത് വെറും പുരോഹിതനല്ല, ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. മാത്രമല്ല, പഴയ നിയമത്തില് മാറി മാറി മഹാപുരോഹിതന്മാര് വരും. പക്ഷേ എന്തുകൊണ്ട് അവര് മാറി മാറി വന്നെന്ന് ചോദിച്ചാൽ, അവര് മരണത്തെ ജയിച്ചവരല്ല, മരണത്തിന് വിധേയപ്പെട്ടവരാണ്. എന്നാൽ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ മാറി മാറി വരികയില്ല. അവനെന്തേക്കും പുരോഹിതനാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ മരണത്തെ ജയിച്ചവനാണ്.
നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതന് മാറ്റവുമില്ല. മഹാപുരോഹിതന്റെ ഗ്രേഡിലല്ല, ശ്രേഷ്ഠ മഹാപുരോഹിതനുമാണ്. അവൻ എന്നേക്കും പുരോഹിതനാണ് എന്നതിൽ അഭിമാനമുള്ള ദൈവമക്കൾ കര ഉയർത്തിയ ഒരു ഹല്ലേലൂയ പറയാം. ശ്രദ്ധിക്കൂ. അപ്പോൾ ഈ യേശു 17-ാം അധ്യായത്തിൽ തൻ്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഉറപ്പിക്കാൻ വേണ്ടി ഒരു വചനം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 6-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. നീ ലോകത്തിൽ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത്, അവർ നിനക്കുള്ളവരായിരുന്നു. അവർ നിനക്കുള്ളവരായിരുന്നു. നീ അവരെ എനിക്ക് തന്നു. നീ അവരെ എനിക്ക് തന്നു. അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. ശ്രദ്ധിക്കൂ. ഇപ്പൊ വായിച്ചു നിർത്തിയത് കേട്ടോ. അവർ നിന്റെ വചനം പ്രമാണിച്ചും ഇരിക്കുന്നു. അപ്പോൾ യേശു 17-ാം അധ്യായത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയും കൂടെ എന്റെ യേശു ഇവിടെയും അവിടെയും മധ്യസ്ഥത ചെയ്യുവാൻ അവന്റെ മക്കളായി തീരേണ്ടതിന്, അവന്റെ കൽപ്പനകളെ അനുസരിക്കേണ്ടതിന്, വചനം വിശ്വസിക്കേണ്ടതിന്, വചനം ഏറ്റെടുക്കേണ്ടതിന്, വചനപ്രകാരം ജീവിക്കേണ്ടതിന് നിങ്ങളെ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ.